അടിക്കടാ, കൊടുടാ, ഒന്നുകൂടെ കൊടു. വിളക്ക് എടുത്ത് വെച്ച് അടിച്ച് കീറും. ഇടുക്ക് ചൊറയില്ലാതെ കൈക്ക് മേലെ അവിടെ ചീത്ത വിളിക്കരുത്. നിന്റെ കാശെല്ലാം അവൾ കയ്യിലാക്കിക്കൊണ്ടിരിക്കുക. നിന്നെ അവൾ ചീത്ത വിളിച്ച് ഇറക്കി വിടാൻ നോക്കുന്നവരാ. അതുകൊണ്ട് കൊടുക്കണം, നല്ലത് കൊടുക്കണം. ആ ചായ കുടിച്ച ഗ്ലാസ് എടുത്ത് മുഖത്തേക്ക് ഒഴിച്ചപ്പോഴേ നീ അവളെ വെച്ച് വളർത്തിയിട്ടിരിക്കോടാ. കൊറ ഒരു മാസമൊക്കെ ചെലവിന് കൊടുക്കാതിട്ടാക്കണം. അതാ വേണ്ടിയത്. കുഞ്ഞിമോളെ എന്താ എന്തുവാ ഇവിടെ? ഞാനങ്ങ് അങ്ങൂന്നേ റോഡീന്നേ കേട്ടോണ്ട് വരുവാ. അതോ ചെവിയിലോട്ട് പോത്തണോ പറഞ്ഞു? ഇങ്ങനല്ല കുഞ്ഞുമോളെ, ഈ രാധയും ഈ കൃഷ്ണനും രാധയും എന്ത് പാടി? അതാ അവര് കുടുംബമായൊക്കെ എന്നുള്ള. ഞാൻ വന്നപ്പോ ഇയാൾ ആരോടോ സംസാരിച്ചേ? ഞാനോ? എനിക്കാരോട് സംസാരിക്കാൻ? ഞാൻ എല്ലാരോടും വർത്താനം. എന്നാലും അടി എന്തുവായിരുന്നു? ആ പെണ്ണത് എന്തോ കാണാൻ നിക്കുവാ. പെണ്ണ് പറഞ്ഞ അവര് കേൾക്കുവോ? അടിച്ച് അവളെ ഒതുക്കണമായിരുന്നു. ഇന്ന് നീ സീരിയൽ കണ്ടില്ലയോ? ഇല്ല. എന്താ? എനിക്കിഷ്ടമല്ല. ജയബാലൻ വന്നേക്കുന്നു. കല്യാണം മുടക്കി വന്നു. അവനെ അടിച്ച് കീറണം. എന്നാലും ഇവക്ക് ഇത് കൊള്ളാവോ? ഈ രാധക്ക് ഇത് കൊണ്ടുവരുന്ന ഉപ്പടിച്ച് തിന്നണം. അതെ അതെ. ഈ കൃഷ്ണന്റെ കൈക്ക് എല്ലില്ലാതെ പോയിട്ട് അവിടെ തലമണ്ടി അടിച്ച് പൊട്ടിച്ച് വെച്ച് അവൻ ചെട്ടുകുളങ്ങരെ പോണം. ചൂട് ചായ ഒരു തയ്യാറെ ഒഴിച്ചപ്പോ ഇവിടെ മോശക്കാരിയാണ്. ഞാനെങ്ങാണോ അതിന്റെ തീക്കോല് വെച്ച് കുത്തിയാണ്. അവിടെ ഇറങ്ങിയേക്കുന്നു. പട്ടി ഇറങ്ങി. പട്ടിയുടെ വകയ്ക്ക് പട്ടി ഇറങ്ങി. എന്നാലും അവന് കൊള്ളാവോ? ആ മരുമോൻ ചെറുക്കനാണെ കഴകം കെട്ട ഒരു ചെറുക്കൻ. ദിവസവും വരും. ഇപ്പൊ വഴക്കാക്കി വരത്തില്ലായിരിക്കും. മുമ്പേ വന്നിട്ട് അവിടെ കൊണ്ട് വന്നിട്ട് പോയതാ. ആരാ ഈ പാട്ട് പാടുന്നേ? അത് പാടാൻ അറിയാവുന്നവര്. നിങ്ങക്ക് ദൈവത്തെ ഒന്നും വിളിക്കണ്ടല്ലോ. ഞാനിത് അറിഞ്ഞോണ്ട് ഓടി വന്നയാ. ആണോ? ഓടി വന്നപ്പോ ക്ഷീണമുണ്ടോ? ഞാൻ ഇച്ചിരി വെള്ളം കുടിക്കട്ടെ. കഴിച്ചിട്ടാവോ വയ്യ. ഞാൻ ഇറങ്ങട്ടെ. അപ്പുറത്ത് ഞാൻ ന്യൂസ് അറിഞ്ഞിട്ട് നിന്നെ വിളിക്കാം. ശരി എന്നാ.